Hello friends, Technical Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ വേറൊരു പുതിയ സ്മാർട്ട് ഫോൺ ആണ് Vivo V15 ആണ്. അപ്പോൾ Vivo V15 Pro നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോപ്പ് സെൽഫി ക്യാമറ 32 മെഗാ പിക്സൽ ആയിരുന്നു. അപ്പോൾ വിവോന്റെ വേറൊരു വേർഷൻ, അതായത് ഒരു ചെറിയ സ്ട്രിപ്പ് ഡൗൺ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, Vivo V15 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതാണ് Vivo V15. അപ്പോൾ ഇതിന്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ പോപ്പ് സെൽഫി ക്യാമറയാണ്, 32 മെഗാ പിക്സൽ ആണ്. പക്ഷേ സ്പെസിഫിക്കേഷൻസ് കുറച്ചും കൂടി ലോവേഡ് ആണ് Vivo V15 പ്രോനേക്കാളും. ഇതിലും 6 GB റാമാണ് വരുന്നത്, 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. പക്ഷേ ഇതിൽ പവർ ചെയ്യുന്നത് ഹീലിയോൻ്റെ P70 ഒക്ടാ കോർ പ്രോസസ്സറാണ്. അതാണ് ഇതിൽ വേറൊരു ഡിഫറൻസ്. പിന്നെ ക്യാമറാസിൽ 48 മെഗാ പിക്സൽ അല്ല, ഇത് 12+8+5 ആണ് റിയർ ക്യാമറ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ല, അതിന് പകരം റിയർ പാനലിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അങ്ങനെ ഈ 3-4 വ്യത്യാസങ്ങളിലാണ് Vivo V15 V15 Proയും തമ്മിലുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 23,990, അതായത് 24,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. ബോക്സിൻ്റെ പുറകിൽ തന്നെ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. AI ട്രിപ്പിൾ ക്യാമറ, അൾട്രാ ഫുൾ വ്യൂ ഡിസ്പ്ലേ, അതായത് നോച്ചൊന്നും ഇല്ലാത്ത ഡിസ്പ്ലേ ആണ് ഇതിനകത്തും വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് 6 GB റാമും 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും കിട്ടും. പിന്നെ ഇതിനകത്ത് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ റെഡ് ആണ്. അപ്പോൾ നമ്മൾ Vivo V15 Pro ബ്ലൂ ആണ് അൺബോക്സ് ചെയ്തത്, നമ്മുടെ കയ്യിലുള്ളത് ഗ്ലാമർ റെഡ് ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വേറൊരു ചെറിയ കേസാണ്. ഈ കേസിനകത്താണ് നമുക്ക് ഡിവൈസിൻ്റെ കേസ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി കേസാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഹാർഡ് കേസാണ്. സൈഡിൽ ഒരു ബ്ലാക്ക് ഫിനിഷും പിന്നെ ബാക്കിൽ ട്രാൻസ്പാരൻറ്റ് കേസുമാണ്. പിന്നെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേക യൂണിറ്റും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അപ്പോൾ നല്ലൊരു കേസാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്ട്രോങ് ആയ കേസാണ്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് 1.18 ആണ്. ഹെഡ് സാർ, ബോഡി സാർ ആണെങ്കിൽ 0.48 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് സാർ വാല്യൂ. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ഡിവൈസാണ് മേളിൽ തന്നെ നമുക്ക് കാണാവുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് റെഡ് Vivo V15. കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് Vivo V15 ഗ്ലാമർ റെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ ഒരു ഗ്രേഡിയൻ കളറാണ്. അപ്പോൾ താഴത്തേക്ക് നല്ല കുറച്ചും കൂടി ഡാർക്ക് റെഡ്, മേൽഭാഗത്തേക്ക് കുറച്ച് ബ്ലാക്കിഷാണ് വരുന്നത്. പക്ഷേ നല്ലൊരു ഫിനിഷിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. താഴത്തെ റെഡിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഒരു തിളക്കമുള്ള ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറയാണ്. പ്രൈമറി ക്യാമറ 12 മെഗാ പിക്സൽ ക്യാമറയാണ്, ഡുവൽ പിക്സൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ തേർഡ് 5 മെഗാ പിക്സൽ ക്യാമറയും ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി താഴത്തെ പാനൽ നോക്കുകയാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. സിം ട്രേ ഡെഡിക്കേറ്റഡ് SD കാർഡാണ്. പിന്നെ മേൽ ഭാഗത്ത് നമുക്ക് പോപ്പ് സെൽഫി ക്യാമറയും കാണാം. ഇനി ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് കൂടി നോക്കാം. ബോക്സിനകത്ത് വരുന്നത് ഒരു ചാർജറാണ്. അപ്പോൾ അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് നമുക്ക് കാണാം. 5 വോൾട്ട് 2 ആംപിയർ, 10 വാട്ട് ചാർജിങ്ങും 9 വോൾട്ട് 2 ആംപിയർ, അതായത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കേബിൾ നോക്കാം. മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരു ഇയർഫോണും കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഇയർഫോൺ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇയർഫോണാണ് ഇതിനകത്ത് ബണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് Vivo V15 പോപ്പ് സെൽഫി ക്യാമറ ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് Android 9.0 ആണ്. ഇതിലും വിവോൻ്റെ ഫൺ ടച്ച് UI ആണ് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡും ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മോഡൽ നമ്പർ Vivo V15 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 9, സെക്യൂരിറ്റി പാച്ച് ജാൻ ആണ്. 2.1 GHz AI ചിപ്സെറ്റാണ് വരുന്നത്. അതായത് Helio P70, 6 GB റാമും 64 GB സ്റ്റോറേജുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡാണ്. കാരണം സ്മാർട്ട് മോഷൻ, സ്മാർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ, 1 ഹാൻഡഡ് മോഡ്, എസ് ക്യാപ്ചർ മോഡ്, ആപ്പ് ക്ലോൺ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡാണ്. അതുകൂടാതെ തന്നെ ടീം സപ്പോർട്ടും ഇൻക്ലൂഡാണ്. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ചൊന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈമറി 12 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ സെക്കൻഡറി 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് 120 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 5 മെഗാ പിക്സൽ ഷൂട്ടറാണ്. അപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ബാക്കിൽ. ഇതാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. Vivo V15 Proയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുന്നത് റിയർ പാനലിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറ നോക്കാം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ സെൽഫി ക്യാമറ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ മറ്റേ Vivo V15 Proയിൽ തന്നെ പോലെ തന്നെയാണ് സെൽഫി ക്യാമറ വരുന്നത്.
അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ സെൽഫി ക്യാമറ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാമറ UI നോക്കുകയാണെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെയില്ല. വൈഡ് ആംഗിളുള്ള ക്യാമറ, AI ബ്യൂട്ടി മോഡും, വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 1080p റെസൊല്യൂഷനാണ് മാക്സിമം, 4K സപ്പോർട്ടഡ് അല്ല. പിന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം HDR, പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Vivo V15 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നല്ലൊരു ക്യാമറയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ റിവ്യൂ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിലേറെ തീർച്ചയായും കിട്ടുന്നതാണ് നമ്മുടെ ധാരണ. ഒരു 1.5 ദിവസമൊക്കെ കിട്ടേണ്ടതാണ് സാധാരണ യൂസേജിൽ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതും നല്ലൊരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് നേരത്തെ പറഞ്ഞ പോലെ 24,000 രൂപയാണ്, 23,990 രൂപയാണ് ടു ബി മോർ പ്രിസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഡിവൈസ് March 25 സെയിലാവുന്നത്. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. March 25 സെയിൽ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു Vivo V15 അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.